എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന വിഷയം അതാണ്. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഏറ്റവും ഇപ്പോഴത്തെ നമ്മളെ ഒരു സ്ട്രീറ്റ് ഫുഡിൽ ഏറ്റവും ഫേമസ്, ഫസ്റ്റ് തന്നെ നമ്മളെ വായിലെല്ലാം പേര് വരുന്ന ഒരേ ഒരു സ്ട്രീറ്റ് ഫുഡ്, അതായത് പാനിപൂരി. സോ പാനിപൂരി നമ്മൾ വീട്ടിൽ തന്നെ നല്ല ഹൈജീനിക് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, ചെറിയ സമയം ചെറിയ പ്രൊസീജിയറും ആണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത്രയേ ഉള്ളൂ എന്ന്. സോ അതുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. സോ ഇവിടെ ആദ്യം തന്നെ ഞാൻ എന്താ പറയുക, നമ്മളെ ഉപ്മാവാക്കുന്ന സൂചി, അതായത് റവ എടുത്തിട്ടുണ്ട്. സോ ഇതിനെ ബൊമ്പായി റവ എന്നും പറയാറുണ്ട്. സോ ഇതിൽ കുറച്ച് വലുതും ചെറുതുമായിട്ട് വരും. ഏറ്റവും ഫൈൻ ആയിട്ടില്ല, ചെറിയ സൈസുള്ളതാണ് നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി ഫൈൻ ആവണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിക്സിയിലും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താലും കൂടി പ്രശ്നമില്ല. പിന്നെ ഇതിൽ ഞാൻ ഒരു സ്പൂണ് 1.5 സ്പൂണോളം ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട്. സാധാരണ വെളിയിൽ കിട്ടുന്നതിൽ നമുക്ക് ഗോതമ്പ് മാവിന് പകരം മൈദയാണ് ചേർക്കൽ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 1.5 സ്പൂണ് ഗോതമ്പ് മാവ് ചേർത്തിട്ടുണ്ട്. അതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അതായത് നമ്മൾ സാധാരണ നമ്മളെ പാചകത്തിനെല്ലാം യൂസ് ചെയ്യുന്ന കുറച്ച് സോഡ, അതായത് 1/4 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ നല്ലോണം കുഴച്ചെടുക്കണം. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് റവ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം ഒഴിക്കുന്തോറും അതൊന്ന് എന്താ പറയുക, അബ്സർവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം അധികം വെള്ളമൊന്നും ചേർക്കരുത്. സോ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു പിടി കിട്ടില്ല, എവിടെയാണെന്ന് ശരിക്കും ഇത് മാവായി കിട്ടൽ എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ക്ഷമയിൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തുകൊണ്ട് എത്രത്തോളം ഇത് അബ്സർവ് ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് ചേർക്കണം. എന്താ പറഞ്ഞാൽ പിന്നെ പെട്ടെന്നൊന്നും ഇത് വെള്ളമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് റവയെല്ലാം ചേർത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ റവയിലൊത്ത ഉപ്പ് ഉണ്ടാവില്ല, ബേക്കിംഗ് സോഡ അളവ് കുറയും, മൈദയുടെ അളവ് കുറയും, പിന്നെ ചിലപ്പോൾ അതേപോലെ ക്രിസ്പീന്ന് വന്നു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ കുളമാക്കാണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ കുഴക്കുക. കണ്ടല്ലോ, ഞാൻ കാണിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവ് നമ്മൾ ഒരു അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കുന്നുണ്ട്. സോ റെസ്റ്റിങ്ങിന് വെക്കുന്ന സമയം നമ്മൾ ഇതൊന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഉണങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും, അതായത് ബോംബെ റവ ആയതുകൊണ്ട് തന്നെ വേഗം ഉണങ്ങും, അതുകൊണ്ട് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് കുറച്ച് എണ്ണ ഒന്ന് പരട്ടിയിട്ടുണ്ട് പാത്രത്തിന്, പിന്നെ നമ്മളെ മാവിന്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു നനച്ചുള്ള തുണി കൊണ്ട് ഇതിനെ അടച്ച് വെക്കുക. സോ ഇതേപോലെ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ആയാലും പ്രശ്നമില്ല. അഥവാ നമ്മൾ ലേറ്റായി ഒരു 1.5 മണിക്കൂർ ആയാലും പ്രശ്നമില്ല. ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഒരു നനച്ചൽ തുണി ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന മാതിരി ശ്രദ്ധിക്കുക. എന്താ പറഞ്ഞാൽ ആ നനവ് വേണം. പിന്നെ നമുക്ക് ഇതിന് വേണ്ട പാനിപൂരിക്ക് വേണ്ട അത്യാവശ്യം വേറെ കാര്യങ്ങൾ നോക്കാം, അതായത് പാനി. സോ പാനി ഉണ്ടാക്കാൻ, അതായത് ആ വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് ഇവിടെ പുതിന ഇല, പിന്നെ മല്ലിച്ചപ്പ്, ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒറ്റൊന്നേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തത് ഇവിടെ ഇഞ്ചി കഷ്ണം, ഒരു 1/2 ഇഞ്ച് ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. സോ ഈ 4 എണ്ണത്തിനെ ചേർത്ത് ഞാൻ നമ്മളെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഉണ്ടല്ലോ, ഇതുപോലെ. സോ ഇതിൽ അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ അരവിന് സാധാരണ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കുമല്ലോ, ഒരു അരക്കപ്പോളം. ഞാൻ വെള്ളത്തിന് പകരം ഇവിടെ ഞാൻ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പുളി തരാൻ, ഈ ജ്യൂസിന് ഒന്ന് പുളി തരാൻ ഞാൻ പുളി പൊതിർത്ത് വെച്ചിട്ടുണ്ട്. ആ പുളിവെള്ളമാണ് ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് നമ്മൾ അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി പുളിവെള്ളം ഉണ്ട്, ഞാനത് ലാസ്റ്റിൽ ചേർക്കാൻ പോകുന്നുണ്ട്. സോ ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി എടുക്കാം. കണ്ടല്ലോ, നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു 4 ആക്കാവുന്ന പാനിപൂരി സർവിങ് ആണ്. സോ ഈ പേസ്റ്റ് നമ്മൾ ഒന്ന് സ്ട്രെയിൻ ഔട്ട് ചെയ്യണം ഇതുപോലെ. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു നമ്മളെ കണ്ടൻറ്റ് എല്ലാം താഴേക്ക് പോകുന്ന പോലെ ഞാൻ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ട്. സോ ഈ പുളിവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലെല്ലാം മാവ് കാണും, മാവിനൊരു മാങ്ങയും കാണും. സോ നല്ല പച്ച പുളിച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് നമ്മൾ അതൊന്ന് എന്താ പറയുക, ചിരകിയിട്ട് ഈ മിക്സിയിൽ നമ്മൾ അടിക്കുന്ന അതേ സാധനത്തിൻ്റെ കൂടെ ചേർത്ത് അടിച്ച് നല്ലോണം സ്ട്രെയിൻ ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ഉഗ്രൻ പുളി കിട്ടും. സോ ആ പുളിനെ നമ്മൾ ഒഴിവാക്കാം. സോ ഇപ്പം ഞാനിതിന് വെള്ളം നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ വേണ്ടത്ര വെള്ളം ഒഴിച്ചു. പിന്നെ ആവശ്യത്തിന് ഉപ്പ്,
ജീരകം പൗഡർ, അതായത് ജീര പൗഡർ, പിന്നെ നമ്മളെ ചാറ്റ് മസാല കുറച്ച് ഇട്ടിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റിൽ കുരുമുളക് പൗഡർ, നല്ല സ്പൈസിന്. സോ ഒരു കാര്യം ഓർക്കുക, നമ്മൾ ഓൾറെഡി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇതിൽ, അതുകൊണ്ട് തന്നെ ഞാൻ ലേശം കുരുമുളക് പൗഡർ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഡൈല്യൂട്ട് നിങ്ങൾ എങ്ങനെ വേണമെന്ന് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ അത്യാവശ്യം വേണ്ട വെള്ളം കലക്കി വെക്കണം. അതായത് നമുക്ക് നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അതുപോലെ, അല്ല കുട്ടികളാണ് അത്യാവശ്യം തിന്നുന്നവരെ വീട്ടിലാണെങ്കിൽ കുറച്ചും കൂടി ഡൈല്യൂട്ട് ആക്കിയിട്ട് ആ എരിവെല്ലാം കുറക്കുക. പുളിയൊക്കെ അത്യാവശ്യം പുളി ചേർക്കാം, ഉപ്പ് ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. ഈ വെള്ളം ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും 2 ദിവസത്തേക്ക്. സോ നമ്മളെ വെള്ളം റെഡിയായി. അടുത്തത് നമ്മൾ സ്റ്റഫിങ് റെഡിയാക്കണം. സോ സ്റ്റഫിങ്ങിന് വേണ്ടി ഞാനിവിടെ ഓൾറെഡി ആലു, എന്താ പറയുക, നമ്മളെ ഉരുളക്കിഴങ്ങ്, പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ എന്താ പറയുക, കടല കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ഒന്ന് കുക്കറിലെല്ലാം ഇട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. കടല ഓപ്ഷണലാണ്. നിങ്ങൾ വേണമെങ്കിൽ കടല, ഗ്രീൻ പീസ് ഏത് വേണമെങ്കിലും ചേർക്കാം. അത് ഓപ്ഷണലാണ്. ഒന്നും കൂടി കുറച്ചും കൂടി ഹെൽത്തിയും റിച്ചും ആകാൻ. എന്താ പറഞ്ഞാൽ പാനിപൂരിയാന്ന് പറയുമ്പോൾ ഏത് കുട്ടികളാണെങ്കിലും തിന്നും. അപ്പോൾ അത്യാവശ്യം ഇതിൽ വേണ്ടത് നമുക്ക് ചേർക്കാൻ പറ്റും. അതുകൊണ്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഉള്ളിയും ചേർക്കുന്നുണ്ട്. കുറച്ച് മുറിച്ച് വെച്ച ഉള്ളി ചേർത്തു. അതേപോലെ തന്നെ മുറിച്ച് വെച്ച് നമ്മളെ മല്ലിച്ചപ്പും ചേർത്തു. ഇതിൽ ശരിക്കും മാൻഡേറ്ററി പറയുന്നത് നമ്മളെ ആ ഒരു ഉരുളക്കിഴങ്ങും മല്ലിച്ചപ്പും മാത്രമാണ്. പക്ഷേ ഈ എക്സ്ട്രാ ചേർത്തതെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ബോണസാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഉപ്പ് അത്യാവശ്യം ടേസ്റ്റിന് അനുസരിച്ച് ചേർത്തു. പിന്നെ അതേപോലെ ജീര പൗഡർ, നമ്മൾ വെള്ളത്തിന് എന്തെല്ലാം ചേർത്തിട്ടുണ്ടോ ആ ചേരുവകളെല്ലാം അത്യാവശ്യം ഇതിലും വരും. അതായത് നമ്മളെ കുരുമുളക് പൗഡർ, പിന്നെ ചാറ്റ് മസാല, ഇത് മൊത്തം ഈ 4 ഐറ്റംസും ചേർത്ത് നല്ലോണം ഇപ്പോൾ കുഴച്ച് ഒന്നും കൂടി ടേസ്റ്റ് നോക്കാം നിങ്ങൾക്ക്. അത്യാവശ്യം ലാസ്റ്റിൽ ഞാൻ പെരുംജീരകം ഒന്ന് ചേർത്തിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ നല്ലോണം കുട്ടികളതെല്ലാം കടിക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും പെരുംജീരകം കാരണം. അതുകൊണ്ട് പെരുംജീരകം മാത്രം എക്സ്ട്രാ വെരി വെരി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ മഞ്ഞൾ ഒരു രസത്തിന് കളർഫുൾ ആവാൻ ചേർത്തതാണ്, അത് ഓപ്ഷണലാണ്. സോ ഈ ഒരു മിക്സിൽ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൗഡർ, ജീര പൗഡർ, ഉപ്പ്, നമ്മളെ ആലു, പിന്നെ നമ്മളെ മല്ലിച്ചപ്പ്, ഈ 5ഉം മാൻഡേറ്ററി. ബാക്കി ഞാൻ ചേർത്തതെല്ലാം ഓപ്ഷണലാണ്. സോ ഇത് നന്നായിട്ട് എല്ലാം കലങ്ങി നല്ല ഒരു ടേസ്റ്റ് ആയിട്ട് ആവുന്ന മാതിരി നമ്മൾ കുഴച്ചെടുക്കണം. ശരിക്കും ഇതന്നെ നിങ്ങൾ തിന്ന് നോക്കുക. ഈ മസാല എങ്ങനെ നമുക്ക് സൂഖ പാനിപൂരിന്ന് കിട്ടില്ലേ, അതുപോലെ ഇത് സൂഖ മാതിരി നമുക്ക് തിന്നാൻ പറ്റും. അഥവാ പാനി ഇഷ്ടപ്പെടാത്ത പിള്ളേർ അങ്ങനെ തന്നെ തിന്നാനും പറ്റും. സോ ഒന്ന് ടേസ്റ്റ് നോക്കി ഏതെങ്കിലും ചേരുവകൾ കുറവുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇത് ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്തു, പാനിപൂരിക്ക് പാനി റെഡിയാക്കി, സ്റ്റഫും റെഡിയാക്കി, നമ്മളെ മാവ് അവിടെ കുഴച്ചിട്ടുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, പൂരി ഉണ്ടാക്കി എടുക്കുക. പൂരി ആയപാടും നമുക്ക് പാനിപൂരി കഴിക്കാവുന്നതാണ്. സോ നമ്മൾ നേരത്തെ വെച്ച മാവ് കണ്ടല്ലോ, നല്ലോണം സോഫ്റ്റായിട്ട് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി ആക്ച്വലി. സോ ജനറലി നിങ്ങൾക്ക് ഇത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. ഹാഫ് ആൻ അവർ ടു 1 അവറിൽ കഴിഞ്ഞിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 3 മണിക്കൂറോളം ആയി, എന്നാലും പ്രശ്നമില്ല. അതിൽ ഞാനൊരു ചെറിയ പോർഷൻ എടുത്തു. ബാക്കി പോർഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് ഒരു വെള്ളത്തുണിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് റവ ആയതുകൊണ്ട് അത് ഉണങ്ങിപ്പോവും, അതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഇവിടെ ഏതും മാവ് എടുക്കുന്നില്ല ഞാൻ, നമ്മളെ പ്രസ് ചെയ്യാൻ. സോ പ്രസ് ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ താഴെ കുറച്ച് എണ്ണ പുരട്ടിയിട്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത്. ഇതിൽ മാവ് ചേർക്കരുത്. മാവ് ചേർത്താൽ എന്താവും പറഞ്ഞാൽ ഒരുമാതിരി നമ്മളാ പൂരി ചപ്പാത്തിയുടെ ആ ഒരു സ്റ്റൈലിൽ പോവും ഇത്. സോ അതുകൊണ്ട് തന്നെ മാവ് ചേർക്കരുത്. മാവ് ചേർക്കാണ്ട് നമ്മളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ പരത്തുമ്പോൾ ചപ്പാത്തി പോലെ താഴത്തെ അടിഭാഗം നമുക്ക് കാണുന്നുണ്ടല്ലോ, ആ ഒരു ലെവലിൽ എത്തണം. കുറച്ച് നല്ല നേരിയായിട്ട് നമ്മൾ ഒന്ന് ഇതാക്കി എടുക്കണം. പിന്നെ ഞാനൊരു വലിയ ഒരു സൈസിലെ ഒരു മൂടിയോ, ഞാനിവിടെ എടുത്തത് പുട്ടിൻ്റെ ഒരു മൂടി അടപ്പാണ്, പുട്ടുകുറ്റീൻ്റെ അടപ്പാണ്. സോ ഈ സൈസ് അത്യാവശ്യം വേണം. ഈ സൈസിൻ്റെ പാത്രം ഒന്നും കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പുട്ടുകുറ്റീൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശരിക്കും മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട് പാനിപൂരി കട്ടർസ്. പക്ഷെ നമ്മൾ ദിവസം ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഹോട്ടലുകാരാകുമ്പോൾ വാങ്ങും, നമ്മൊന്നും ദിവസം ഉണ്ടാക്കാറില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടാണ്. ഞാൻ അത്യാവശ്യം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതുപോലെ എല്ലാം റൗണ്ട്സ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രാ എല്ലാം മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ എല്ലാം ഒരേ പ്രാവശ്യം ചെയ്തിട്ട് എണ്ണയിൽ കാച്ചിയിടല നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ശരിക്കും ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ച് തിരിച്ച് ഒരു നനച്ചൽ തുണി ഇതിൻ്റെ മീത്തിൽ പൊത്തി വെക്കണം.
ഇല്ലെങ്കിൽ എന്നാവും പറഞ്ഞാൽ ആദ്യം ഉണങ്ങും. ഉണങ്ങാണ്ട് നോക്കുക മാവിനെ. റവ ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയി പോവും. പിന്നെ ഡ്രൈ ആവുമ്പോൾ എന്നാവും പറഞ്ഞാൽ അത് പൊങ്ങില്ല. പൊങ്ങാണ്ട് നമ്മളെ ഒരു മസാല പൂരിക്കെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പൂരീസ് ഉണ്ടാവില്ലേ, സ്ട്രെയിറ്റ് പൂരീസ്, അത് പൊങ്ങാത്ത പൂരീസ് അതുപോലെ ആവും. സോ ഇപ്പം ഞാനും തുണി അതിന് പൊത്തി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആ ഒരു മാവ് ലെഫ്റ്റ് ഔട്ടായ മാവും കൂടി എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. സോ ഒരു സൈഡ് ഞാൻ ഒരു വലിയ കടായി വെച്ചിട്ട് നല്ല എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇതിന് അധികം എടുക്കില്ല, പക്ഷേ നമ്മൾ അധികം ഒഴിച്ച് എടുക്കണം. ബിക്കോസ് നമ്മളെ പൂരി നല്ലോണം പൊങ്ങി അതിൽ തന്നെ വരണം. കണ്ട ഓരോന്നായിട്ട് ഞാൻ ഇടുന്നു. ആദ്യം ഒന്ന് ഇടുക, അത് പൊങ്ങി വന്നതിന് ശേഷം അതിനെ മറച്ചിട്ടിട്ട് രണ്ടാമത്തെ പൂരി ഇടണം. ബിക്കോസ് ഇത് ഹാൻഡിൽ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചിട്ട് ആദ്യം ചെയ്യുന്നവർ ഓരോ പൂരിയായിട്ട് എടുത്ത് ഇട്ടാൽ മതി. സോ ഇതുപോലെ. പിന്നെ നമ്മൾ ആ പൂരിക്ക് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എണ്ണയിലൊന്ന് മുക്കി കൊടുക്കണം. ആ മുകളിലത്തെ ഭാഗം കൂടി എണ്ണയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ പ്രസ് ചെയ്യുമ്പോൾ അത് തിരിച്ച് പൊങ്ങി വരും. അതേപോലെ നമ്മളെ പപ്പടം ചുടുന്നവർക്കെല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ശീലമുള്ള കാര്യമാണ്. അതൊന്നും വലിയ പ്രശ്നമല്ല. സോ ഇതുപോലെ ഒന്നയവാടും ഒന്നത് മുക്കി കൊടുത്ത് അത് നമ്മൾ പ്രസ് ചെയ്ത് തിരിച്ചു കൊടുക്കുക. ഇതുപോലെ കണ്ട എല്ലാ പൂരിയും നമുക്ക് പൊങ്ങി കിട്ടുന്നുണ്ട് നല്ല വൃത്തിക്ക്. കണ്ടല്ലോ. ശരിക്കും നല്ലോണം ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് ഈ പൂരി പൊങ്ങുമ്പോൾ ഇല്ല ആ ഒരു സന്തോഷം, അതൊരു പ്രത്യേക സന്തോഷം തന്നെ. അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് തന്നെ അനുഭവിച്ചറിയണം ശരിക്കും പറഞ്ഞാൽ. സോ അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക. സോ ഇതുപോലെ. പിന്നെ ഒരു കാര്യം ഞാനിവിടെ പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും എല്ലാ പൂരിയും ഇതുപോലെ പൊങ്ങിന്ന് വരില്ല. ഞാനിവിടെ കാണിക്കുമ്പോൾ അത്യാവശ്യം എൻ്റെ ഒരു ഭാഗ്യത്തിന് എല്ലാ പൂരിയും പൊങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് നമുക്ക് പൊങ്ങാത്ത പൂരിയും കൂടി കിട്ടാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവരുത്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ട്രയൽ ഇടുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവേണ്ട ആവശ്യമില്ല. കണ്ടല്ലോ നമ്മളെ പൊങ്ങി കിട്ടിയ പൂരീസ്. സോ ഇതെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. നമുക്ക് അതായത് ഒരു മാസത്തോളം നമുക്കൊരു നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. സോ നിങ്ങളെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുമ്പോൾ പൊങ്ങാത്ത പൂരീസും കൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ നമ്മളെ മസാല പൂരി പോലെ ആക്കുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇത്രയേ ഉള്ളൂ. നമ്മളെ പാനിപൂരി റെഡിയാണ്. നമ്മളെ പാനിപൂരിയുടെ പാനി റെഡിയാണ്. പിന്നെ ഞാൻ കുറച്ച് മിച്ചർ എടുത്തിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് സർവിങ്ങിൽ. പിന്നെ ഒരു 10-50 പൂരീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 10 കുളമായിട്ടും ഉണ്ട്. പിന്നെ നമ്മളെ സ്റ്റഫ് ഇവിടെ നല്ല ഉഗ്രനായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഇതിൻ്റെ ഇത്രത്തോളം കാണിച്ചിട്ട് ഞാൻ തിന്നാണ്ട് വിട്ടാൽ അത് ശരിയാവില്ലല്ലോ. അതുകൊണ്ട് അതും കൂടി ഞാനൊന്ന് കാണിച്ചേക്കാം. കണ്ടല്ലോ പൊട്ടിക്കുമ്പോൾ തന്നെ എത്ര ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ സ്റ്റഫ് നിറച്ചു. ഒരു കുറച്ചും കൂടി ക്രിസ്പിന് വേണ്ടിയിട്ട് മിക്സ്ചർ നിറച്ചു. ഇതുപോലെ. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം. നമ്മളെ ആ ഒരു ഫീല് കിട്ടാൻ സ്ട്രീറ്റ് ഫുഡിൻ്റെ നിങ്ങൾ ഒരു പ്ലേറ്റിൽ ആദ്യം ഒരു 6 ചെയ്ത് വെച്ചിട്ട് നല്ല സുഖമായിട്ട് പിള്ളേർക്ക് സെർവ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ഇഷ്ടത്തോടെ കഴിക്കും ചെയ്യും. ഹൈജീനിയുമാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സാധനവുമാണ്. ഞാനിപ്പോൾ വെള്ളം കൂടെ ഈ വീഡിയോ എടുത്ത് ഒരു 2 ദിവസം ആയിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഈ വീഡിയോ നോക്കുമ്പം ഇതൊക്കെ ഒന്ന് വോയിസ് എല്ലാം കൊടുക്കുമ്പോൾ എനിക്ക് ഒന്നും കൂടി നല്ലോണം തിന്നാൻ തോന്നുന്നുണ്ട്. ആ പാനിപൂരിയുടെ ആ ഒരു എഫക്റ്റ് അതാണ് ശരിക്കും പറഞ്ഞാൽ. എന്താ ടേസ്റ്റ്. സോ ഇതുപോലെ നമുക്ക് ഹൈജീനിയായിട്ട് പാനിപൂരി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി എന്ത് വേണം അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തവർ നമ്മളെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കമൻറ്റ് വെച്ച് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത്. അതേപോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാൻ വേണ്ടി ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തേക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.